അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ നടന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ വേണ്ടി പാടില്ലാത്തതാണ്. കാരണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആര്യൻ നമ്മുടെ അനുമോളുടെ അമ്മയെ തെറി പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് കാര്യമായിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം അനുമോളെ തെറി പറയുകയും ചെയ്തു എന്നുള്ളത് 2 കാരണങ്ങളാണ്. പക്ഷേ അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം അനുമോൾ പറയുന്നുണ്ട് ആര്യൻ എൻ്റെ പുറകെ നടക്കുകയാണ് എന്നും ഞാൻ വഴിയിൽ നടക്കുന്ന സമയത്ത് എൻ്റെ ഷോൾഡറിന് വന്ന് ഇടിക്കുന്നു, നെഞ്ചിന് വന്ന് കുത്തുന്നു, കാലിന് ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ അനുമോൾ ആര്യന് നേരെ ഉന്നയിക്കുന്നുണ്ട്. ആര്യൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അനുമോൾ പറയുന്നത് എങ്ങനെയെങ്കിലും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഞാൻ എന്നിട്ട് ആര്യനെ ഉപദ്രവിക്കണം, അത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ആര്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അനുമോൾ ഒരു രൂക്ഷമായ ആരോപണമായിട്ട് പറയുന്നത്. പക്ഷേ അനുമോൾ ചെയ്ത ഒരു ചെറ്റത്തരം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, അത് പുറത്തു കൊടുക്കാൻ വേണ്ടി പാടില്ലാത്തത് തന്നെയാണ്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത് ലാലേട്ടൻ ചോദിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ജിസേലിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആര്യനെ കുറിച്ചും വളരെ രൂക്ഷപരമായ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണം നമ്മുടെ അനുമോൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുകാരെ ഓർത്താണ് ഞാനിതുവരെ പറയാതിരുന്നത് എന്നിവരെ അനുമോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യത്തിലേക്ക് അനുമോൾ കടന്നത് വളരെ മോശമായ ഒരു കാര്യമായി തന്നെയാണ് നമ്മളെല്ലാവരും അതിനെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും ബിഗ് ബോസും അത് എടുക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങളും ഇതെല്ലാം അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും ലാലേട്ടൻ വന്ന് നമ്മുടെ അനുമോളോട് ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ഇതിനെ ന്യായീകരിക്കാനുള്ള ഒരു കാരണമല്ല. അങ്ങനെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമല്ല ആര്യൻ്റെ ഭാഗത്ത് നിന്ന് അനുമോളോടുള്ളത് എന്നതാണ്. ചീത്ത പറയുന്ന കാര്യത്തിലായാലും അമ്മയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ഇതൊന്നും തീർച്ചയായിട്ടും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല. അതും തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ മുന്നിലേക്ക് വരേണ്ടത് തന്നെയാണ്. 2 പേർക്കും കാര്യമായ ശിക്ഷ അടുത്ത എപ്പിസോഡിൽ ലാലേട്ടൻ കൊടുക്കുമെന്ന് 100% നമുക്ക് ഉറപ്പാണ്. എന്നാലും ആര്യൻ്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്. കാരണം അത്തരം കാര്യങ്ങൾ അനുമോൾ ഉന്നയിക്കുന്നതിന് യാതൊരുവിധ തെളിവുകളും ഇല്ലാത്ത രീതിയിൽ വളരെ മോശകരമായ രീതിയിൽ ആര്യനെയും ജിസേലിനെയും ഉൾപ്പെടുത്തി 2 വ്യക്തിത്വങ്ങളാണ് അവർക്ക് ഭാവിയിൽ ജീവിക്കേണ്ടതാണ്, പുറത്തേക്ക് പോയി ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അത്തരം കാര്യത്തിൽ തെളിവില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വായിത്തൊന്ന് വിളിച്ച് പറയുക എന്ന് പറയുന്നത് അനുമോളുടെ ഒരു ശൈലിയായി നമുക്ക് ബിഗ് ബോസ് കാണുന്ന സമയത്ത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അനുമോൾ എന്നെ ഫിസിക്കൽ അസാൾട്ട്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് നമ്മൾ കണ്ടു. ഒണിയലിനോടും അതുപോലെ തന്നെ അഭിലാഷിൻ്റെ അടുത്തും പോയിരുന്നു കൊണ്ട് അനുമോൾ ഒരുപാട് പരാതി പറയുന്നുണ്ട്. തന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ആര്യൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്, തൻ്റെ വയ്യ നടന്ന് വളയ്ക്കാൻ നോക്കുന്നുണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആര്യനെതിരെയും ജിസേലിനെതിരെയും അനുമോൾ നടത്തിയ പരാമർശം വളരെ മോശകരമായ ഒരു പരാമർശം തന്നെയാണ്. അതിൽ പ്രകോപിതനായി തന്നെയാണ് നമ്മുടെ ആര്യൻ അനുമോളുടെ ഷോൾഡറിന് പിടിച്ച് ഉന്തുന്നത് നമ്മൾ കണ്ടു. അതൊരു ഫിസിക്കൽ അസാൾട്ടായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം അത്ര മോശം പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് മാത്രമാണ് ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആര്യൻ ഈ ഒരു കാര്യത്തിൽ 100% ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ അടുത്ത എപ്പിസോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ ഒരു കാര്യത്തിൽ 100% അനുമോൾ തന്നെയാണ് മോശകരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ആര്യനെ പ്രൊവോക്ക് ചെയ്തത്. പക്ഷേ ഫിസിക്കൽ അസോൾട്ട്മെന്റിലേക്കൊന്നും പോയിട്ടില്ല, ചെറിയ ഒരു ഒന്ന് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ശാരീരികമായ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നത് ഒരു ഗെയിം എന്ന ഒരു ഇതിന് തീർച്ചയായിട്ടും യോജിക്കുന്നതല്ല. അതുകൊണ്ട് ആര്യൻ സംയമനം പാലിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മുടെ ലാലേട്ടൻ തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.